ഹായ് ബിഗ് ബോസ് സീസൺ 7 നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവില്ല അവസാനിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല മാറ്റങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കും. ഫിനാലെ അടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പല ആൾക്കാരും താഴേക്ക് പോവും, പ്രതീക്ഷിക്കാത്ത പലരും മുന്നിലേക്ക് വരും. ടോപ്പ് 5 അതാരൊക്കെയാണ്? അതിനു മുൻപ് അക്ബറിനെയും നെവിനെയും ബിഗ് ബോസ് വെള്ളപൂശുന്നുണ്ടോ? തീർച്ചയായും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറയുന്ന സമയത്ത്, അതായത് എടീ പോടി വിളി, അതുപോലെ സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്നതിന്റെ പേരിൽ ഷാനവാസിനെ ലാലേട്ടൻ വഴക്ക് പറയുന്ന സമയത്ത് ഷാനവാസിനെ കൊണ്ട് ഒരു അക്ഷരം പോലും പറയാൻ സമ്മതിക്കാതെ ലാലേട്ടൻ അങ്ങ് ഫയർ ചെയ്യായിരുന്നു. ഷാനവാസ് ഒന്ന് കൈപൊക്കിയതിന്റെ പേരിൽ പോലും ഷാനവാസിനെ വലിച്ചു കീറുകയായിരുന്നു. അതിനേക്കാളും വലിയ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുള്ള അക്ബറിനെയും നെവിനെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അവർക്ക് ചീത്ത കേട്ടു, പക്ഷെ ഏത് രീതിയിൽ? അവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ബിഗ് ബോസ് കേട്ടു. അതായത് അവർക്ക് പറയാൻ അവസരം ബിഗ് ബോസ് കൊടുത്തു, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ അവരെ ചീത്ത പറഞ്ഞിട്ടില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞു, അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മൾക്കറിയാം ഈ പറയുന്ന അക്ബറും നെവിനും സംഭവങ്ങളെ വളച്ചൊടിക്കാൻ മിടുക്കരാണ് എന്നുള്ളൊരു കാര്യം. ആ രീതിയിൽ വളച്ചൊടിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞു, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. പല ആൾക്കാരും ചിന്തിക്കും, ഓ ഇവർ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ചിന്തിക്കും. തീർച്ചയായും കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അവിടെ നടക്കുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ടോപ്പ് 5 അവിടെ ആരൊക്കെയുണ്ടാവും? തീർച്ചയായും ഷാനവാസ്, അനീഷ്, അനുമോൾ, അതുപോലെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ നൂറ, ഇവർ 4 പേരും ഉണ്ടാവും. മറ്റൊരാൾ ആരാണ്? അവിടെ ഒന്നില്ലെങ്കിൽ അക്ബർ അല്ലെങ്കിൽ നെവിൻ, ഇവർ 2 പേരിൽ ഒരാളുണ്ടാവും. അതാരായാലും അവർക്ക് നല്ല രീതിയിൽ വോട്ട് വരും. ഹോട്ട്സ്റ്റാർ വോട്ടിംഗ്, അതായത് ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വരുന്നത് ആർക്കൊക്കെയാണ്? പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. നമ്മൾക്കും ആ സമയത്ത്, അതായത് ലൈവ് വോട്ടിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾക്കും അറിയില്ല. അതിനുശേഷം നമ്മൾക്കറിയാം. ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വരുന്ന വ്യക്തി അനുമോൾ തന്നെയാണ്. അതിൽ ഒരു മാറ്റമില്ല. 2ാം സ്ഥാനത്ത് അനീഷിനാണ്, 3ാം സ്ഥാനം ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വരുന്നത്. പല ആൾക്കാരും ചിന്തിക്കുന്നു അക്ബറിനും നെവിനൊന്നും വോട്ടില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെയല്ല, 2 പേർക്കും അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ വോട്ട് ഷെയർ വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന അക്ബറും നെവിനും, അതായത് ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ. ഇവരിൽ ഒരാൾ ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ ആൾക്കാരുടെ എല്ലാവരുടെയും വോട്ട് അയാൾക്ക് വന്നു ചേരും. അതായത് ഇപ്പോൾ നെവിനാണ് ടോപ്പ് 5 എന്ന് വിചാരിക്കുക. നെവിൻ ഈ പറയുന്ന അക്ബറിന്റെയും ആരിന്റെയും അതുപോലെ ആദ്യം മുതൽ പുറത്തായ ഓരോ വ്യക്തിയുടെയും വോട്ടുകൾ വന്നു ചേരും. അക്ബർ ആണെങ്കിൽ നെവിന്റെ വോട്ട് വരും, ആര്യന്റെ വോട്ട് വരും, ജിസേലിന്റെ വോട്ട് വരും. എന്തിന്? അപ്പാനി ശരത്, ഉനിയൽ സാബു, അഭിലാഷ്, ഇവരുടെ എല്ലാം വോട്ടുകൾ അക്ബറിനാണ് കയറുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവസാന നിമിഷം എന്ത് സംഭവിക്കും? വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഒരു പക്ഷേ അക്ബറും നെവിനും ടോപ്പ് 5 വന്നില്ല എന്ന് വിചാരിക്കുക. അവിടെ ആദില ടോപ്പ് 5 കയറി എന്ന് വിചാരിക്കുക. അതായത് ഷാനവാസ്, അനീഷ്, അനുമോൾ, നൂറ, ആദില, ഇവരാണ് ടോപ്പ് 5 എന്ന് വിചാരിക്കുക. അവസാനത്തെ ആഴ്ചയിലെ വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അതായത് പുറത്തുപോയ എല്ലാ വ്യക്തികളുടെയും വോട്ട് ഈ പറയുന്ന അനീഷിലേക്ക് വന്നു ചേരും. ഉറപ്പിച്ചു പറയാം, പുറത്തുപോയ ഒരാളുടെ വോട്ട് പോലും ഷാനവാസിനോ അനുമോൾക്കോ ആദിലയ്ക്കോ നൂറയ്ക്കോ കിട്ടില്ല. അക്ബറും നെവിനും ഇല്ലെങ്കിൽ എല്ലാ വോട്ടുകളും ഈ പറയുന്ന അനീഷിലേക്ക് വന്നു ചേരും. അനീഷ് വിന്നർ ആവുകയും ചെയ്യും. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. അനുമോൾ, ഷാനവാസ്, ഇവർ 2 പേരും ഗംഭീരമായി കളിച്ചു കഴിഞ്ഞാൽ, ഫാൻ ബേസ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണകരമാകും. അനീഷിനെ സംബന്ധിച്ച് അക്ബറോ നെവിനോ ടോപ്പ് 5 വരാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുണമാണ് അനീഷിന്. വന്നു കഴിഞ്ഞാൽ അനീഷ് ഇത്രയും ദിവസം കളിച്ച കളിരീതി മാത്രമേ പ്രേക്ഷകർ നോക്കുകയുള്ളൂ. അവർ വന്നില്ല എങ്കിൽ അവരുടെ വോട്ടുകൾ അനീഷിന് വന്നു ചേരും. ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റം എനിക്ക് തോന്നിയിരിക്കുന്നത് അനീഷിനെയും അനുമോളെയും വേറൊരു ട്രാക്കിലേക്ക് ബിഗ് ബോസ് പറഞ്ഞു വിടും എന്നുള്ളത് തന്നെയാണ്. ആ ട്രാക്ക് എന്താണ് എന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ട്രാക്ക് എന്താണ് എന്ന്. അതിലൂടെ ഒരു പക്ഷേ അനുമോളും അനീഷും നെഗറ്റീവായി മാറിയേക്കാം. ഷാനവാസിനെ അങ്ങ് ഇരുത്തിക്കളയും. അതായത് ഷാനവാസിന് അധികം സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ, വലിയ ടാസ്കുകളിൽ പങ്കെടുപ്പിക്കാതെ പല മാറ്റങ്ങളും കൊണ്ടുവരും. ഷാനവാസിനെ ഫ്രെയിമിൽ ഉൾപ്പെടുത്താൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ അനീഷും അനുമോളും നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുമുണ്ട്. ആദില, നൂറ, അവര് സാധാരണ പോലെ തന്നെ മുന്നേറും. പക്ഷെ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ അക്ബറോ നെവിനോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ പോസിറ്റീവാക്കി മാറ്റും. അതിൽ ഒരു സംശയമില്ല. അവർക്ക് ഓൾറെഡി അത്യാവശ്യം വോട്ടുണ്ട്. അതായത് നെഗറ്റീവായിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വോട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ പോസിറ്റീവായി കഴിഞ്ഞാൽ അത്യാവശ്യം വോട്ട് കൂടി നേടാം. അതുപോലെ തന്നെ പുറത്തിറങ്ങിയ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും വോട്ടുകൾ അവർക്ക് വന്നു ചേരുകയും ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? അതെ, നമ്മൾ ചിന്തിക്കാത്തത് സംഭവിക്കും. ഇതാണ് നടക്കാൻ പോകുന്നൊരു കാര്യം. എന്താണ് എന്ന് ഇനി കണ്ടു തന്നെ അറിയാം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.